പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് വിജുകുമാറാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ഭാര്യ സുമി, തയ്യൽ കടയാണ്. എൻ്റെ മോള് വേണി 10ലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ, കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ വരാനുള്ള സാഹചര്യം, ഞാൻ കൺസ്ട്രക്ഷനിലായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് വിൽപ്പനയ്ക്കിട്ടാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വർക്ക് തുടങ്ങിയതായിരുന്നു. അപ്പോഴേ എൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ലോണും കൂടെ എടുത്തിട്ടാണ് വീടിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ വീട് പണി തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട് വാങ്ങാൻ തന്നെ ഒരു 3-4 ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൂടി ഒപ്പിച്ച് ഞാൻ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വീട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും വീട് വാങ്ങാൻ ഞാൻ ഉടനെ വില സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരും പിന്നെ തിരിച്ച് വിളിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാനൊരു ഹിന്ദുവും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ ഒരു ആചാരത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ഈ കടങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് വിളിക്കാൻ തുടങ്ങും, ലോൺ അടച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ഭയങ്കരമായിട്ട് വിഷമവും എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥ അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാവും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഒരു നിവൃത്തിയില്ല. അപ്പം ഞാൻ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല, ബാങ്കിൽ വിളിച്ചിട്ട് ആകെ പ്രശ്നം. അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് തയ്യക്കട ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരും, നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് അങ്ങനെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2025 ജനുവരിയിൽ ഞാൻ വൈഫുമായിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഉടമ്പടിയൊന്നും എടുത്തില്ല, കാരണം നമ്മളൊരു ഹിന്ദു അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇതിലോട്ട് ഇങ്ങനെ വരാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു, നല്ലവണ്ണം പ്രാർത്ഥിച്ചു പോയി. പക്ഷേ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, എന്തായി പോയിട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, പോയിട്ട് ഒന്നും ആയില്ല, ഒന്നും ആൾക്കാരും വിളിക്കുന്നില്ല. അവിടെ നിന്ന് മണ്ണൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുക്കണം, ഉടമ്പടിയും കൂടെ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാണ്, എങ്കിൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും മാർച്ച് മാസം 8-ാം തീയതി ഞാനിവിടെ വന്നു. ഉടമ്പടി എടുത്ത് നല്ലവണ്ണം പ്രാർത്ഥിച്ചു, കരഞ്ഞ് അത്രയും ഇതായിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നില്ലേ. അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറേയൊക്കെ പോരായ്മകളൊക്കെ വരുമല്ലോ. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ച് 2 മാസമായി, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ എൻ്റെ വിചാരം, ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ എന്നാൽ എൻ്റെ വിശ്വാസം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് എല്ലാവരോടും പറയും, ഇങ്ങനെ കൃപാസനം ഭയങ്കര അത്ഭുതമാണ്, ഒരുപാട് കാര്യങ്ങളിങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്കിതിപ്പോൾ ഉടനെ നടക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉടമ്പടിയിൽ വന്നില്ലെങ്കിൽ പോലും അവർ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ഓരോരുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്കും നടക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ ശക്തമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒന്നും നടക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ 3 മാസവും കഴിഞ്ഞ് 90 ദിവസവും കഴിഞ്ഞിട്ട് എൻ്റെ കാര്യമൊന്നും നടന്നില്ല. അപ്പോൾ അടുത്ത് ഉടമ്പടി പുതുക്കാറായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വീണ്ടും എൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര കഷ്ടത്തിലായി. കാരണം എൻ്റെ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇനി എൻ്റെ അങ്ങോട്ട് സഹിച്ച് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ, മാനസികാവസ്ഥയിൽ. അപ്പം ഞാൻ വീണ്ടും വന്നു ഉടമ്പടി പുതുക്കി ഞാൻ പോയി, നല്ലവണ്ണം പ്രാർത്ഥിച്ച് പോയി. അപ്പോൾ 2ാമത് ഉടമ്പടി എടുത്തപ്പോഴെനിക്ക് ഇവിടെ മാതാവിൻ്റെ ഇത് സ്വീകരിക്കാനായിട്ട് എനിക്ക് കുടയാണ് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു വിശ്വാസം, എനിക്ക് കുടയൊക്കെ കിട്ടിയല്ലോ, ഇനിയിപ്പം എന്തായാലും അത് നടക്കും.
അങ്ങനെ ഒരു ഒരു ഏകദേശം ഒരു മാസം ആവാറായപ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്തോ കുഴപ്പമാണെന്ന്. പിന്നെ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കണ്ടു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്താണ് ഉടമ്പടി എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നുള്ളത് കൂടുതലും ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പോരായ്മകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കി അത് ഉടമ്പടിയിലോട്ട് അതിശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യമൊന്നും നടക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു മാനസികാവസ്ഥ വീണ്ടും വഷളായി വന്നപ്പോഴേക്കും ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് തുണ്ടെടുത്ത് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കാണാൻ എനിക്ക് തുണ്ടെഴുതി കിട്ടി. അപ്പം ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ബ്ലസ് ചെയ്തു. എന്നിട്ടൊരു കാശുരൂപം തന്നു എനിക്ക്. കാശുരൂപം തന്നിട്ട് പറഞ്ഞ്, ഈ കാശുരൂപം നീ കൊണ്ടുവന്ന് നിൻ്റെ വീടും സ്ഥലവും മാതാവിന് സമർപ്പിച്ചിട്ട് ഒരു കുഴിയെടുത്ത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവിടെ വയ്ക്ക്, എന്നിട്ട് മാതാവിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് നീ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഈ കാശുരൂപമായിട്ട് അവിടെ പോയി പിറ്റേ ദിവസം എനിക്ക് സൈറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ കാശുരൂപം കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കിയ വീടൊക്കെ അത്രയും കരിയിലായിട്ടൊക്കെ കിടക്കുന്നു, വീടിൻ്റെ 4 സൈഡ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ തൂത്ത് ഒന്ന് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് തളിച്ചതിന് ശേഷം മാതാവിൻ്റെ കാശുരൂപം വയ്ക്കാം, അത്രയും പവിത്രമായിട്ടുള്ളൊരു കാശുരൂപം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ട് നിന്നപ്പോഴുണ്ട് 2 സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, നീ ഈ വീട് വിൽക്കാനല്ലേ ചെയ്തിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. അത് കച്ചവടമായോ? ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ മോൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് വില എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് അത് മോൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അവർ വന്നു. അവരുടെ മോക്കും മരുമോനും ഭയങ്കര വീട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്തായാലും ഇത് നടക്കുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ഒന്ന് വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അവർ പോയി. അവരെനിക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ഞായറാഴ്ച വിളിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം കൂടുതലും കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഈ സാക്ഷ്യം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പോഴേ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ പൈസ അടയ്ക്കണം, മുടക്കമാണ്, ഇല്ലെങ്കിൽ അത് ജപ്തി നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്, അപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ നടക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു, ഇത് വില ഒന്ന് പറഞ്ഞ് എത്ര പറഞ്ഞാലും കുഴപ്പമില്ല, അത് കൊടുക്കാം, കാരണം എൻ്റെ കടങ്ങളൊക്കെ തീർത്തിട്ട് നഷ്ടമായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയിലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ട് സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഇപ്പോൾ തന്നെ അവർ വിളിക്കണം, എന്നെ വിളിച്ച് ഇനി ഇതൊരു തീരുമാനം പറയണം മാതാവേ എന്ന് പറഞ്ഞിട്ട്, കൃപാസന മാതാവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥനകൾ ഇങ്ങനെ പറഞ്ഞ് നിന്നപ്പോഴേക്കും അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട് നമുക്ക് പറഞ്ഞ വിലയിൽ സമ്മതമാണ്, നമുക്ക് ഉടനെ തന്നെ അഡ്വാൻസ് ചെയ്യാം, ഞാൻ ചേട്ടനും കൂടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഒന്നുകൂടെ വിളിക്കാം എന്നാണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. അപ്പോൾ ഞാൻ അത്രമാത്രം വേദനയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു. അത് അത്ര ഹൃദയം പൊട്ടിയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞാനത് അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഞായറാഴ്ച വീണ്ടും എന്നെ ഞായറാഴ്ച വിളിച്ചിട്ട് പറഞ്ഞ് ബിജു, അത് ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും, അതായത് എൻ്റെ മരുമോനൊക്കെ ദൂരെയാണ് ജോലി ചെയ്യുന്നത്, അവൻ ഇന്നിപ്പോൾ വന്നതേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡ് വണ്ടിയൊക്കെ ഓടിയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനൊരു തീരുമാനമായത്, നമുക്ക് വസ്തു എടുക്കാൻ സമ്മതമാണ്. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കണം, വെള്ളിയാഴ്ച പറഞ്ഞതാണല്ലോ, ഈ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞതാണല്ലോ, അവരിപ്പോഴാണ് തീരുമാനിച്ചിട്ട് ഇത് പറഞ്ഞതെന്നുള്ളത്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് മാതാവാണ് എന്നെ വിളിച്ച് എന്നെ ആശ്വാസപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഒരുപാട് ദൈവത്തോട് അത് അപ്പോഴേ തന്നെ നന്ദി പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ ഒരു ആഴ്ചയോടെ കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ലക്ഷം രൂപ അവർ അഡ്വാൻസ് ആയിട്ട് തന്നു, എഗ്രിമെൻ്റ് എഴുതി. അങ്ങനെ ഞാൻ എൻ്റെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ അവർ പറഞ്ഞ് നമുക്ക് 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇടപാട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 മാസം കൂടെ കഴിഞ്ഞ് ആ വസ്തു ഇടപാടും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിനകത്തായി അതിൻ്റെ ഇടപാട് കഴിഞ്ഞു. അപ്പം അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിനോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ഞാൻ മാതാവിന് നന്ദി പറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു എന്താ പറയുക, ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് എന്തും ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു ആ നിമിഷങ്ങളെല്ലാം കടന്നു പോയത്.
പക്ഷേ അതിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു. എന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിന് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും സാക്ഷ്യങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കുക. എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഈ സാക്ഷ്യം കൂടുതലായിട്ട് കേൾക്കണം. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് അറിയാമല്ലോ, നമ്മൾ കൃപാസനത്തിൽ പോയി നമ്മൾ അത് ചെയ്യുകയാണല്ലോ. പക്ഷേ എന്നാലും നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സാക്ഷ്യത്തിനകത്തും ഓരോരോ അറിവുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ കൃപാസനത്തിൽ ഞാൻ വർഷങ്ങൾ കൊണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതല്ല, അതിൻ്റെ അപ്പുറത്ത് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുക, പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ അതിനകത്ത് ഇന്നും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോള്. അവൾ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്. സ്കൂളിലൊക്കെ എല്ലാവരും ടീച്ചർമാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവൾക്ക് ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഇവൾ ഏറ്റവും കൂടുതൽ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇവളുടെ ക്രിയേറ്റിവിറ്റികളാണ്. വരപ്പ്, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ സുഹൃത്തുക്കൾക്ക് ഈ പടം വരച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ സ്പോർട്സ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇവൾ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട്. എന്നാൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ മതി ഇവൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷേ ഇവൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയില്ല. വീട്ടിൽ വന്നിരുന്ന് ഇപ്പം നമ്മൾ എക്സാമാണ്, നീ പഠിക്ക് എന്ന് പറഞ്ഞാൽ പോലും ഇവൾ ഞാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് അങ്ങ് പോകും. ഞാൻ പിന്നെ ഈ പൊതുവെ ഇവളെ അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കൊന്നും പറയാറില്ല, അടിക്കാറുമില്ല. കാരണം അങ്ങനെയൊന്നും അടിച്ചിട്ട് കാര്യമില്ല. അവർ വിചാരിക്കണമല്ലോ, അവർ പഠിക്കണോ വേണ്ട എന്നുള്ളത് അവർക്കൊരു തോന്നൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോവേ ഉള്ളായിരുന്നു. അങ്ങനെ ഇപ്പോൾ SSLC ലാസ്റ്റ് പരീക്ഷ ടൈം ആയപ്പോഴും ഇവൾക്ക് മാർക്കില്ല. ഇവൾക്ക് ഏറ്റവും ഒന്നും അറിയില്ല. ഈ ഹിന്ദി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവൾക്ക് ഒരു വക അറിയത്തില്ല. ഇവള് അതിൻ്റെ മാർക്കെന്ന് പറയുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആരും അങ്ങനെ പറയാത്തോലുമല്ല. ഇവൾക്ക് റിട്ടേൺ ടെസ്റ്റിന് ഇവൾക്ക് വന്ന മാർക്കെന്ന് പറയുന്നത് 3, 4 ഒക്കെയാണ് ഹിന്ദിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എക്സാമാണ് SSLC, അപ്പോൾ ഇവൾക്ക് എങ്ങനെ മാർക്ക് കിട്ടും, ഇവളെങ്ങനെ ജയിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവൾക്ക് മാത്സിൽ നല്ല മാർക്കുണ്ട്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കയ്യൊപ്പ് വാങ്ങിച്ച് അച്ഛൻ പിന്നെ പേനയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ്, നീ എക്സാം എഴുതി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നീ ഇവിടെ വന്നാൽ മതി, ധൈര്യമായിട്ട് പൊക്കുമെന്ന് പറഞ്ഞ് തോളി തട്ടി നല്ലതായിട്ട് ബ്ലസ് ചെയ്ത് വിട്ട്. അപ്പോൾ ഞാനും സന്തോഷമായിട്ട് പോയി. അന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അച്ഛൻ അന്ന് ബ്ലെസ്സിങ് ഇല്ലെന്ന് പറഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ആകെപ്പാടെ സങ്കടമായിപ്പോയി. അപ്പം ഞാനിവിടെ മാതാവിൻ്റെ ഇവിടെ എല്ലാ മാതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിക്കും, ഈശോയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് ഒരു 11 മണിയായപ്പോൾ പറഞ്ഞു, പിന്നെ അന്ന് ആ ക്യൂവിൽ നിന്ന് അവരെല്ലാവരും പോയതാണ്. വീണ്ടും ഞാൻ നോക്കിയാൽ കുറച്ച് ക്യൂ നിൽക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, അച്ഛൻ ബ്ലെസ്സിങ്ങിന് വരണുണ്ട്, അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു, ബ്ലെസ്സിങ്ങിന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും സന്തോഷത്തോடு നിന്നാണ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയത്. പോയി സത്യം പറഞ്ഞാൽ ഇവക്ക് എക്സാം കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഇവക്ക് 81% മാർക്കോടിയിട്ടാണ് അവൾ പാസ്സായത്. കാരണം ഈ ഹിന്ദിക്ക് A+. എന്നാൽ ഇവർക്ക് അറിയാവുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മാർക്ക് A+ കിട്ടുമെന്ന് വിചാരിച്ച സബ്ജക്റ്റിന് B+ ആണ് കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര ഒരു മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കണക്കണം. അത് ആ നിമിഷം തന്നെ നമ്മളിങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഈശോയോട് നന്ദി പറഞ്ഞു. അതുപോലെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോടും മാതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. കാരുണ്യ പ്രവൃത്തി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് പേർക്ക് പിന്നെ പത്രങ്ങൾ കൊടുത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ അതിനെ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങ് പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പത്രം വേണം, അവർക്ക് പൂർണ്ണമായിട്ട് അവർ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പത്രം കൊടുക്കാറുള്ളായിരുന്നു. പിന്നെ ഞാൻ ഈ രാവിലെ വണ്ടിയെടുത്ത് പോവും. ഈ ഞായറാഴ്ച ദിവസമൊക്കെ ഞാൻ രാവിലെ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊല്ലത്തൊക്കെ പോകുമ്പോഴായിരിക്കും എൻ്റെ പത്രം തീരുന്നത്. അപ്പോൾ അങ്ങനെ തീർത്തിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത്. അതും ഈ അപ്പോൾ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും ഈ പത്രമൊക്കെ കൊടുത്തിട്ട് വരണം. ഒരു 15 പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കും. കാരണം
അത് വേണ്ടപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാർ ആരാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പത്രം അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് വരെയും, എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ചോദിക്കും, ഇവിടെ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവർ എന്നാൽ അറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു അഭയ കേന്ദ്രമുണ്ട്. അവിടെ ഈ പ്രായമായ ആൾക്കാർ, ഈ പിന്നെ മെൻ്റലി പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ, അഭയ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ, അപ്പം മറ്റുള്ളവരെയൊന്നും കൂടെ ഞാൻ ക്യാഷൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പത്രം കൊടുക്കാൻ ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ ചോദിച്ചിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്കെല്ലാം പിന്നെ ഫുഡ് വീട്ടിൽ, നമുക്ക് സ്റ്റിച്ചിങ് സെൻറ്ററും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് വീട്ടിൽ തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടുന്ന കടയിൽ പോയിട്ട് ഊണ് വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്, റോഡ് സൈഡിലൊക്കെ. കാരണം ഈ വയസ്സായ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ വയസ്സായ ആൾക്കാർക്കാണ്. അവർക്ക് നമ്മൾ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ആരുടെയും ചോദിച്ച് വാങ്ങിക്കാമല്ലോ. പക്ഷേ ഈ വയസ്സായ ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അവർ ശാരീരികമായിട്ടൊക്കെ വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും അവരിയ്ക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പോയി വണ്ടി നിർത്തിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി ഇരിക്കും. ഇരുന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും, എന്താണ് ഇവിടെ ഇരിക്കുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ ചില ആൾക്കാർ പറയും, അല്ല ഞാൻ നടന്നൊന്ന് ക്ഷീണിച്ച് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നാണെന്ന് പറയും. ചില ആൾക്കാർ പറയും, എനിക്ക് വീടില്ല, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, എൻ്റെ മക്കളൊന്നും എന്നെ നോക്കാറില്ല എന്നൊക്കെ പറയാം. അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ അപ്പോഴെന്താണോ ഉള്ളത് ഞാൻ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത് ഹോട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ കാപ്പി കുടിച്ചാന്ന് ചോദിക്കുമ്പോൾ കാപ്പി കുടിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു ഊണും കൂടെ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ അങ്ങനെ പത്രം കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലെ ക്യാഷ് ഉള്ളതുപോലെ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നതുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഏത് ദൈവമായിരുന്നാലും നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് ഞാൻ കൃപാസനം ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്ത് 1000 രൂപയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തി നമ്മുടെ ജീവിതം സുഖമാണ് എന്ന് നോക്കുന്നതിനപ്പുറം നമ്മൾ ജോലി ചെയ്ത് അതിലൊരു പങ്ക് മറ്റുള്ളവർക്കും നമ്മൾ ജോലി ചെയ്യുന്ന ഒരു പങ്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഒരു നേരമെങ്കിലും ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളങ്ങനെ ചിന്തിച്ച് ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നും കൂടി ഇതെല്ലാം മനസ്സിലാക്കാനും എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ നിന്ന് പറയാനും എന്നെ ഇതിനനുവദിച്ച എൻ്റെ കൃപാസനം അമ്മ മാതാവിനോട് ഈശോയോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിന്നെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ബിജുകുമാർ എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത്, ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിൽ ഇനി എനിക്ക് വേറെ ഒരു ഓപ്ഷനില്ല, എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നുള്ള ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് തന്നെ പരിശുദ്ധ അമ്മയുടെ ആകർഷണത്താൽ മറ്റാരോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന്, എന്നാൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകാം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും. കാരണം അദ്ദേഹം കേട്ടത് ഉടമ്പടി ഉടൻ പരിഹാരം എന്നാണ്. ഇവിടെ നിന്ന് തൻ്റെ വീടും സ്ഥലവും വിൽക്കുവാനുള്ള സാധ്യതകൾക്കായി ഇവിടെ നിന്ന് മണ്ണും അതുപോലെയുള്ള നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയെങ്കിലും ഉടമ്പടി എടുക്കാതെ തിരിച്ചുപോയി. വീണ്ടും കൂട്ടുകാരുടെ സജഷൻ അദ്ദേഹം ഏറ്റെടുത്തു. നീ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമുണ്ടാകും എന്ന് കൂട്ടുകാർ തന്നെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. നമുക്കറിയാവുന്നതുപോലെ
സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും വളരെ വ്യത്യസ്തമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുന്നതാണ്. ഉടമ്പടി പ്രാർത്ഥനയിൽ നാം ഒപ്പുവയ്ക്കുന്നത് ഈശോയോടാണ്. ഞാനെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഞാൻ ഈശോയ്ക്ക് നൽകുന്നു. അങ്ങനെയൊരു ഒപ്പുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. ഇവൻ കൃത്യമായി ഇനി ഈശോയോട് വളരെയധികം ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള തീരുമാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യത്യാസം വന്നു എന്നാണ് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. വളരെ സിംബോളിക്കായി അദ്ദേഹം ഉടമ്പടിയെടുത്ത് പോയതിന് ശേഷം ആ വീടും പറമ്പും ശുദ്ധിയാക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് ലഭിച്ച ആ കാശുരൂപം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് ഉടനെയാണ് 2 സ്ത്രീകൾ ആ വീട് സ്ഥലവും മേടിക്കുവാനുള്ള സാധ്യതകളുമായി ചോദ്യമായി അവിടെ വന്നത്. അദ്ദേഹത്തിന് മനസ്സിലായത് എത്രമാത്രം ഈശോയോട് അടുക്കുന്നുവോ അത്രമാത്രം കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുമെന്ന് അക്രൈസ്തവനായ ഈ മകൻ ഇന്ന് മനസ്സിലാക്കുകയും യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഏറ്റുപറയുകയുമാണ് ചെയ്യുന്നത്. എത്രമാത്രം തന്നെ നാം ജീവിത പ്രതിസന്ധിയിലായാലും സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ നാം ഈശോയോട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉടമ്പടി ജീവിതത്തിൽ നാം എന്തുമാത്രം ശ്രദ്ധ ചെലുത്തുന്നു, എന്തുമാത്രം വിശ്വസ്തയോടെ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവുകോൽ നമുക്ക് തന്നെ ലഭിക്കുകയാണ്. വിജുകുമാരന് ലഭിച്ചത് അങ്ങനെ തന്നെയാണ്. തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചപ്പോൾ ഇനി എനിക്ക് ദൈവമല്ലാതെ മറ്റൊരു മാർഗമില്ല, വഴിയും സത്യവും ജീവനുമായ ഈശോയിൽ കൃത്യമായി വളരെ സത്യമായി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയപ്പോഴാണ് അദ്ദേഹത്തിന് ഉടൻ പരിഹാരം ജീവിതത്തിൽ ഉണ്ടായത്. അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും തൻ്റെ തന്നെ ജീവിത സാക്ഷ്യം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി ലോകത്തിൽ ഇനി ഏകരക്ഷകനായി ഈശോ മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റുപറയാനുള്ള ഒരു വലിയ മനോധൈര്യവും ചങ്കൂറ്റവും അദ്ദേഹത്തിനുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മകളുടെ ഒരു വലിയ സാക്ഷ്യം അദ്ദേഹം ഏറ്റുപറയുന്നു. മകൾക്ക് SSLC പരീക്ഷയിൽ തോറ്റുപോകും, അല്ലെങ്കിൽ ഹിന്ദി പരീക്ഷയിൽ ഒട്ടും തന്നെ 3-4 മാർക്ക് മേടിച്ചിരുന്ന ഈ മകൾ ഇന്ന് 81% മാർക്കിൽ മകൾ SSLC പരീക്ഷ പാസ്സാവുകയും A+ കിട്ടി. മകൾക്ക് ഹിന്ദി പരീക്ഷയിൽ നല്ല 100% മാർക്ക് കിട്ടി. ഈ മകൾ ഈ അൾത്താരയിൽ നന്ദി പറയുവാനായി വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിത ക്രമങ്ങളിൽ ജീവിതചര്യകളിലെല്ലാം നമ്മൾ തോറ്റുപോകുന്നു, അല്ലെങ്കിൽ നാം 0 ആയി 1-2 മാർക്ക് അല്ലെങ്കിൽ 3-4 മാർക്ക് എങ്ങനെയാണ് A+ ആകുന്നത്? അതിനുള്ളൊരു ഉത്തരമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് കൃപ കൊണ്ടാണ് നാം വിജയത്തിലേക്ക് എത്തുന്നത്, നമ്മുടെ ഒരു യോഗ്യതയുമല്ല. വിജുകുമാരനും കുടുംബത്തിനും എന്നത് മനസ്സിലായതുകൊണ്ട് മറ്റുള്ളവരെ ഈശോയെ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വിജുകുമാരന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, നമ്മുടെ പഠിക്കുന്ന മക്കളെയും, അലസമായി ജീവിക്കുന്ന മക്കളെയും, അതുപോലെ വീടും പരിസരവും വിൽക്കുവാനും വാങ്ങുവാനും, വീടില്ലാത്തവരെയും വഴിയില്ലാത്തവരെയും വെള്ളമില്ലാത്തവരെയും ജീവിത പ്രതിസന്ധികളിൽ തങ്ങി നിൽക്കുന്നവരെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.